കേരളത്തെ സാമ്പത്തികമായി ഇനി പിടിച്ചുയർത്തണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കുടുംബങ്ങളിലും ഒരു സംരംഭകൻ ഉണ്ടാവുക, സംരംഭക ഉണ്ടാവുക. ഇത് പറ്റുമോ? പറ്റും. കാരണം ഇത് കേരളം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 10-30 കൊല്ലം പുറകോട്ട് പോക്കെ എല്ലാ വീട്ടിലെയും അമ്മയ്ക്ക് വരുമാനം ഉണ്ടായിരുന്നു. എന്ത് വരുമാനം? കോഴി, മുട്ട, പാല്, ആട്, പന്നി, പിന്നെ റബ്ബർ ഉണ്ടെങ്കിൽ കുറച്ച് റബ്ബർ പാല്, ഒട്ടുപാല്, പിന്നെ മുറ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ചിരട്ടത്തവി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും നനച്ചുവെങ്കിൽ ആ ഗൃഹനാഥനോടൊപ്പം ആ വീട്ടമ്മയും കൂടെ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതിലെ ചെറിയ സമ്പാദ്യങ്ങളുണ്ടായി. കുറച്ച് പൈസയൊക്കെ ചുരുട്ടി അരിപ്പാത്രത്തിൽ വെച്ച് കുറച്ചൊക്കെ അടുക്കി വെച്ച് അതിലൂടെയാണ് ആദ്യത്തെ അലവാര മേടിച്ചത്, വീട് ഒന്ന് തേച്ചത്, അല്ലേ, മിക്സി മേടിച്ചത്, മക്കളെ പഠിപ്പിച്ചത്, മിടുക്കരാക്കിയത്. ഇന്ന് ഉള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന സ്ത്രീകളാണ്, അമ്മച്ചിമാരാണ്. ഇന്ന് എത്ര കുടുംബങ്ങളുണ്ട് ഇത് ചെയ്യുന്നത്? എല്ലാവരും ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി നിൽക്കുക, അല്ലെ മക്കളെ പഠിപ്പിച്ചിട്ട് അവർ ജോലി ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ ബിഗ് ബോസ് സമ്പ്രദായം അയലോക്കത്തെ വീട്ടിൽ എന്നാ നടക്കുന്നു ഒളിഞ്ഞു നോക്കാൻ നടക്കുക. തമിഴ്നാട്ടിലോട്ട് നിങ്ങൾ പോയി നോക്കണം. തമിഴ്നാട് ബോർഡറിലേക്ക് പോകണം. എല്ലാ വീടിൻ്റെയും വാതിക്ക് ഒരു തട്ട് കാണാം, ഒരു ടേബിൾ കാണാം. ആ ടേബിളിൽ അവരുടെ വീട്ടിലുണ്ടാകുന്ന പഴങ്ങളും പച്ചക്കറികളൊക്കെ വെച്ച് വിൽക്കുന്ന കാണാം. ഇനി വേണ്ട, മലപ്പുറത്തേക്ക് പൊക്കോ, കോഴിക്കോട് പൊക്കെ ഒട്ടുമിക്ക വീട്ടിലും സംരംഭങ്ങൾ മുമ്പോട്ട് വന്നു. ഏറ്റവും കൂടുതൽ പനീർ വിൽക്കുക, നെയ്യ് വിൽക്കുക, സഹോദരിമാരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും ഓരോ സംരംഭകരുണ്ടാകണം. അതിൻ്റെ ഏറ്റവും മികച്ച മുമ്പിൽ നിന്ന് നയിക്കാൻ പറ്റുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്.